ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ നമുക്ക് വീട്ടുമുറ്റത്ത് ഒരു അടിപൊളി വാട്ടർ ഫൗണ്ടൻ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ എങ്ങനെ ഒരു അടിപൊളി വാട്ടർ ഫൗണ്ടൻ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം. വീട്ടിലുള്ള സാമഗ്രികളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ നല്ല നല്ല ടെക് വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ടൊന്ന് കാണുക. അതുപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മളിതിൽ ഫുള്ള് A to Z കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമയോട് കൂടിയിട്ട് കാണാനായിട്ട് ശ്രമിക്കുമല്ലോ. വാട്ടർ ഫൗണ്ടൻ നമുക്ക് നിർമ്മിക്കാനായിട്ട് ഏറ്റവും ആദ്യം നമുക്കൊരു കുഴി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 അടി വട്ടമുണ്ട്, അതുപോലെ ഒരു 1/2 അടി താഴ്ചയുണ്ട്. അങ്ങനെയുള്ളൊരു കുഴിയാണ് എടുത്തിരിക്കുന്നത്. കുഴി എടുത്തു കഴിഞ്ഞാൽ കുഴിയുടെ സൈഡിലായിട്ട് ഇതുപോലെ സ്ക്വയർ മെഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്വയർ മെഷ് ഇല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്വയർ മെഷ് ആയാലും വെച്ച് കൊടുത്താൽ മതി. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമൻറ്റ് ഇടുമ്പോൾ നമ്മൾ സിമൻറ്റ് അടർന്ന് വീഴാതിരിക്കാനും എന്തെങ്കിലും ഭാരങ്ങളൊക്കെ സൈഡിലൊക്കെ വീഴുമ്പോൾ മണ്ണ് ഇടിച്ചിൽ ഉണ്ടായിട്ട് നമ്മൾ കെട്ടുന്ന ഭാഗം ഇടിഞ്ഞു വീഴാതിരിക്കാനായിട്ട് ഇങ്ങനെ സ്ക്വയർ മെഷ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സഹായിക്കും. ഇനി നമുക്കിതിൻ്റെ സൈഡ് നമുക്ക് സിമെൻറ്റ് തേച്ച് കൊടുക്കാനായിട്ടാണുള്ളത്. സിമെൻറ്റ് തേച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സിമെൻറ്റിൻ്റെ റേഷ്യോ ഒക്കെ അറിയാമെന്ന് വിചാരിക്കണം. 1:2 ആണ്. അതായത് 1 കപ്പ് സിമെൻറ്റിന് 2 കപ്പ് മണൽ എന്ന രീതിയിലാണ് ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് സിമൻറ്റ് ഇതുപോലെ കലക്കി നമ്മൾ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടിക ഒരു വരി നമ്മൾ വെച്ച് കെട്ടുന്നുണ്ട് ഇതിന് ചുറ്റും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം അതുപോലെ മലിനജലം മറ്റുള്ള വേസ്റ്റുകളൊക്കെ നമ്മുടെ കുളത്തിനുള്ളിലേക്ക് അടിഞ്ഞു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മോട്ടറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു ട്യൂബ് നമുക്ക് ഇതുപോലെ കുളത്തിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒരു ഭാഗം പുറത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ ഈ ഇഷ്ടികയുടെ ഈ ഒരു ഇരുഭാഗങ്ങളും നല്ല രീതിയിൽ തന്നെ സിമെൻറ്റ് വെച്ച് നമ്മൾ തേച്ച് കൊടുക്കണം, പുറത്തുനിന്നുള്ള വെള്ളം ഈ ഹോൾ വഴി അകത്തേക്ക് വരാതിരിക്കാനായിട്ട്. ഇതൊരു വാട്ടർ ലെവൽ ട്യൂബാണ്. അപ്പോൾ ഈ ഒരു ട്യൂബ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിമെൻറ്റ് എത്രത്തോളം നമുക്ക് ഹൈറ്റുകളിൽ നമുക്ക് ക്രമീകരിക്കണം എന്നുള്ളത് നമുക്ക് ഈ ലെവൽ വെച്ച് നോക്കി നമുക്ക് അറിയാൻ സാധിക്കും.
ഇനി നമുക്ക് ഈ ഭാഗം ഫുള്ളായിട്ട് നമുക്ക് പെയിൻറ് അടിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്കൊരു സഹായം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം പെയിൻറ്റിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കുടം നമുക്ക് ഇതിൻ്റെ കല്ലിൻ്റെ മുകളിൽ നമുക്ക് വെക്കേണ്ടതുണ്ട്. അപ്പോൾ കുടം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സിമെൻറ്റൊക്കെ ഇട്ടിട്ട് അതിനൊരു സീറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കുടത്തിൻ്റെ പുറകിലായിട്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുളത്തിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പൈപ്പിൻ്റെ മറ്റൊരു അറ്റമാണ് നമ്മൾ ഈ കുടത്തിനുള്ളിലേക്ക് നമ്മൾ കയറ്റി വയ്ക്കുന്നത്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുടമാണത്. ഇനി നമുക്ക് കുറച്ച് പച്ച കളർ പെയിൻ്റ് എടുത്ത് നമുക്ക് കല്ലിനൊക്കെ കുറച്ചൊരു പൂപ്പലിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇതൊരു അക്വേറിയത്തിൽ വയ്ക്കുന്ന ഒരു മോട്ടറാണ്. ഇത് നമുക്ക് ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഫ്ലിപ്കാർട്ടിലാണ് ഇത് ഞാൻ വാങ്ങിച്ചത്. ഏകദേശം ഒരു 200-250 രൂപ വില വരുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. അപ്പോൾ ഞാനിത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ വാട്ടർ ഫൗണ്ടൈൻ എന്നുള്ളത്.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ വാട്ടർ ഫൗണ്ടൻ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചാൽ സൂപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, 4-5 ദിവസം നല്ല എഫർട്ട് എടുത്ത് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ പോകരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.